എമ്പുരാൻ നാളെ റിലീസാണ്. വില്ലൻ ജതിൻ രാംദാസ് കൺഫേംഡ്. ഇതല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്? അങ്ങനെ എല്ലാം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാം കേട്ടോ. PK രാംദാസ് എന്ന വൻമരം വീണതിന് ശേഷം പകരം ആര് എന്നുള്ള ചോദ്യത്തിന് ജതിൻ രാംദാസ് വരുന്നു, ബോബി വരുന്നു, സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നു, അങ്ങനെ പലരും വരുന്നു. ലാസ്റ്റ് ബോബി സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കയ്യിൽ ക്ലോസ്. അങ്ങനെ ആകെ മൊത്തം ജഗപകയായിരിക്കുന്ന സമയത്തായിരുന്നു 2019 നമ്മൾ ഫിനിഷ് ചെയ്തത്. 2019 നിന്ന് 2025 6 വർഷത്തിന് ശേഷം സ്റ്റീഫൻ നെടുമ്പള്ളി വീണ്ടും ഖുറേഷി അബ്രാമായി എമ്പുരാനിൽ റിട്ടേൺ വരുന്നു. ഈ ഇരിക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു ചോദ്യം, എന്തായിരിക്കും ഇതിൽ പൃഥ്വിരാജ് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ട്രെയിലർ നമുക്ക് വരുന്നത്. അതിനകത്തുള്ള ഒരു ട്വിസ്റ്റ് ഡയലോഗ് അത് ഇത്: ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. അപ്പൊ ദൈവപുത്രൻ, ജതിൻ രാംദാസ് എല്ലാം കണക്റ്റഡ് ആണ്. ആൻഡ് ഫൈനലി ദ വില്ലൻ ഈസ് ജതിൻ രാംദാസ്. ദ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ബട്ട് ഡു യു തിങ്ക് ഇന്ത്യൻ സിനിമയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡേ ബൈ ഡേ കയറുന്ന പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്ര ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളൊരു മൊമെന്റ് നമുക്ക് ട്രെയിലറിൽ വെറുതെ ഇട്ട് വരുന്നു തോന്നുന്നുണ്ടോ? ഐ ഡോണ്ട് ബിലീവ്. ട്രെയിലറിൽ എല്ലാവരും കണ്ട ദൈവപുത്രനും ചതിയും ഡെവിൾ റിട്ടേൺ വരുന്നതും ഇതെല്ലാം കണക്റ്റായിട്ട് എല്ലാവരും വായിച്ചു. പക്ഷെ ഞാനും ചോദിച്ചോട്ടെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളില്ല. ഫസ്റ്റ് വൺ, എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ. ഇപ്പൊ ചെറിയ സംശയം വന്നോ, ജതിൻ തന്നെ ആയിരിക്കുമോ വില്ലൻ എന്നുള്ളത്? ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ജതിൻ രാംദാസിന് സ്റ്റീഫൻ നെടുമ്പള്ളി നന്നായിട്ട് അറിയാം, പക്ഷെ ഖുറേഷി അബ്രാമിനെ അറിയില്ല. ജതിൻ രാംദാസ് അധികാരത്തിൽ വന്നതിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഖുറേഷി അബ്രാമിന് എതിരായി മാറുകയാണെന്നുണ്ടെങ്കിൽ അത് തിരുത്താനായിക്കൂടെ ഖുറേഷി അബ്രാമിന്റെ വരവ്? ഇതൊന്നുമല്ല എന്ന് വിചാരിക്കുക. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ദൈവം PK ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആരാണ് ഖുറേഷി അബ്രാമിന്റെ ദൈവം? ആ ദൈവപുത്രനാണെന്നുണ്ടെങ്കിലോ വില്ലൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.